സഹായമോ? എന്ത് സഹായം? ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വളരെ വലിയൊരു കറുത്ത ചിലന്തിയുണ്ട്. ആ വലിയ ചിലന്തി ഞങ്ങളെ അവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അതിനെന്താ, സഹായിക്കാലോ. പക്ഷെ ഞാനിങ്ങനെ നിങ്ങളുടെ ലോകത്തേക്ക് വരുന്നേ. നിങ്ങളെ ഞാൻ കൊണ്ടുപോകാലോ. നിങ്ങളെ ഞാൻ മിന്നാമിന്നിയെ പോലെ വളരെ ചെറുതാക്കി കൊണ്ടുപോകാം. അപ്പൂപ്പ, ഞാൻ പോയിക്കോട്ടെ? മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നീ പോയിക്കോളെ വേർ. ഓൾ ദ ബെസ്റ്റ്. പോകുമ്പോ സൂക്ഷിച്ചു പോണേ. വാവ്, ഇതെന്ത് തരം മാജിക്കാ? നമ്മളെങ്ങനെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ഇതൊക്കെ എന്റെ കൂട്ടുകാരൻ ജിണ്ടുവിന്റെ കഴിവാ. നമ്മുടെ മഹാരാജാവ് ചിംചാം ഇതാ എഴുന്നള്ളുന്നേ. മഹാരാജാവ് നീണാൽ വാഴട്ടെ. മഹാരാജാവേ, ഇതാണ് എന്റെ കൂട്ടുകാര് വീർ, ഇംലി, ചുൾബുൾ, പിന്നെ ജിണ്ടുവും. വീർ, ടിം ടിം നിന്നെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നീ നല്ലൊരു മനുഷ്യനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത്. എന്നാലും നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ചെറുതായി മാറിയത്? മഹാരാജാവേ, ഇതെന്റെ കൂട്ടുകാരൻ ജിണ്ടുവിന്റെ മാജിക്കാ. വീർ, ഞങ്ങളുടെ ഈ രാജ്യത്ത് ഒരു വലിയ ചിലന്തി ഞങ്ങളെ നാളുകളായി കഷ്ടപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്കിറങ്ങാനുള്ള എല്ലാ വഴികളിലും അത് വല വിരിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് പുറത്തേക്കിറങ്ങുന്ന എല്ലാവരും ആ വലയിൽ കുടുങ്ങിപ്പോകുന്നു. അങ്ങനെ കുടുങ്ങുന്നവരെയെല്ലാം ആ ചിലന്തി കഴിക്കും. ശരിയാ, ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയില. ആ ബ്ലാക്ക് സ്പൈഡറിനെ ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട മഹാരാജാവേ. ടിം ടിം, നീ ഇവരെ നമ്മുടെ രാജ്യം മുഴുവനും ഒന്ന് ചുറ്റിക്കാണിക്ക്. സേനാപതി ദംദം, ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കൂ. ആജ്ഞ പോലെ മഹാരാജൻ. അവിടെ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? ഇന്നലെ രാത്രിയിൽ കുടുങ്ങിയതാ. ഇന്നലെ രാത്രി മുതൽ കുടുങ്ങിക്കിടക്കുക. പക്ഷേ സ്പൈഡർ ഇവരെ കഴിക്കാൻ വന്നില്ല. അതെന്താ? ഇത്രയും മിന്നാമിന്നികൾ വലയിൽ കുടുങ്ങിയിട്ടും സ്പൈഡർ ഒന്നിനെ പോലും കഴിച്ചില്ല. കഴിക്കാനല്ലെങ്കിൽ പിന്നെ പിടിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആർക്കറിയാം? ഇതിന് മറുപടി പറയാൻ ആ ചിലന്തിക്ക് മാത്രമേ പറ്റൂ. എയർ ക്രിക്കറ്റോ? വാവ്, നല്ല ഐഡിയ ആണല്ലോ ജിണ്ടു. ബ്ലാക്ക് സ്പൈഡറിനെ അമ്പെയ്ത് വീഴ്ത്താൻ ശ്രമിക്കൂ. എന്നെ പിടിക്കാൻ ആർക്കും കഴിയില്ല. ആ ടിം ടിമിനെ അന്വേഷിക്ക്. ഇവിടെ ഏതോ കുട്ടിക്കാട്ടിലാണ് അവൻ വീണത്. ജിണ്ടു, എന്നെ ഈ വലയിൽ നിന്ന് രക്ഷിക്ക്. ഈ ജിണ്ടു ആരാ? നീയല്ല ജിണ്ടു, നിന്റെ പേരാ ജിണ്ടുന്ന്. ഓ, താങ്ക്സ്. ഒരുപാട് നേരമായിട്ട് ഞാൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു എന്റെ പേരെന്താന്ന്. ഓക്കെ, ബൈ ബൈ, സീ യു, താങ്ക് യു. ജിണ്ടു, എങ്ങോട്ടായി പോകുന്നേ? എന്നെ ഈ വലയിൽ നിന്ന് രക്ഷിക്ക് പ്ലീസ്. അതിനെന്താ, ഞാൻ ഇപ്പൊ രക്ഷിക്കാലോ. ജിണ്ടു, നീ വേഗം എന്റെ കൂടെ. ഇവിടെ എവിടെയോ ആണല്ലോ അവൻ വീണത്. ജിണ്ടു, താങ്കൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? താങ്കൾ കൊട്ടാരത്തിലേക്ക് പോയി അവിടെ വിശ്രമിക്കാൻ എന്തെങ്കിലും കിട്ടുമോ ചേട്ടാ? കഴിക്കാൻ വയറ് നിറച്ച് ഭക്ഷണം കിട്ടില്ലേ? ഭടന്മാരെ, ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകൂ വേഗം. സോറി ഇംലി, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. എന്റെ വാ മുഴുവനായി അടച്ചിരിക്കുക. അവന്റെ വാ ചിലന്തി വല കൊണ്ട് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവന് സംസാരിക്കുവാൻ സാധിക്കില്ല. അഥവാ അവൻ സംസാരിക്കുകയാണെങ്കിൽ അവൻ ആയുധങ്ങൾ പുറത്തെടുക്കുവാൻ സാധിക്കും. ഇനി ഒരിക്കലും അവന് സംസാരിക്കാനാവില്ല. വീറിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. വീറിനെ ഞാൻ ഉറപ്പായും രക്ഷിക്കും.
എന്തെങ്കിലും പറ. വീർ, ഒന്ന് അത് സംസാരിക്ക്. ശരി. അപ്പൊ വീർ ഈ വലയ്ക്കകത്താണ് ഉള്ളത്. ടിം ടിം നീയോ? അതെ വീർ, നമുക്ക് വേഗം ഇവിടുന്ന് പുറത്തേക്ക് പോവാം. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. അയ്യോ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. ഇംലി ചൊൽബോൾ താഴേക്ക് കുനിഞ്ഞു. ലേസർ സ്ക്രീൻ ഓൺ. ലേസർ സ്ക്രീൻ ഓൺ. എന്റെ ലേസർ സ്ക്രീനിന് മിസൈലിന് തടയാനാവില്ല. വേറെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഫുൾ സ്പീഡ് ഓൺ. ഫുൾ സ്പീഡ് ഓൺ. വിംഗ് സ്യൂട്ട് ഓൺ. വിംഗ് സ്യൂട്ട് ഓൺ. ഇത്തവണ നീ രക്ഷപ്പെട്ടു. പക്ഷെ എപ്പോഴും ഭാഗ്യം നിന്നെ തുണച്ചെന്ന് വരില്ല. മുത്തശ്ശ, എനിക്ക് ആ ഉത്സവത്തിൽ പോയിട്ട് ജെയിൻ വീലിൽ കയറണം. ഇംലി മോളെ, ഉത്സവം അടുത്ത ഞായറാഴ്ചയാണ് തുടങ്ങാൻ പോകുന്നത്. അതുവരെ മോള് കാത്തിരുന്നേ പറ്റൂ. പിന്നൊരു കാര്യം, ആ ഉത്സവത്തിന്റെ മാനേജർ എന്റെ ഒരു പരിചയക്കാരനാണ്. വേണമെങ്കിൽ ഞാൻ അയാളോടൊന്ന് ഫോണിൽ സംസാരിക്കാം. ഓക്കെ? ഓക്കേ, താങ്ക് യു മുത്തശ്ശ. വീർ വരൂ, നമുക്ക് ജെയിൻ വീലിൽ കയറാൻ പോവാ. നിങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. പക്ഷെ ഞാൻ ഈ ക്യാരറ്റ് കഴിച്ചോട്ടെ. ഇമിലി മോളെ, ആദ്യം വയറ് നിറച്ച് ഭക്ഷണം കഴിക്ക്, എന്നിട്ട് വേണമെങ്കിൽ ജെയിന്റ് വീലിൽ കേറാൻ പോയിക്കോ കേട്ടാ. കണ്ടില്ലേ, അമ്മൂമ്മ പറഞ്ഞത് കറക്റ്റായ കാര്യമാ. ഇതാണ് എന്റെ യഥാർത്ഥ സുഹൃത്ത്. ഫ്രണ്ട്സ്, പ്ലീസ് കം ആൻഡ് ടേക്ക് ഫ്രീ ഗ്യാസ് സിലിണ്ടർ. ഈ ഫ്രീ ഗ്യാസ് സിലിണ്ടർ, ഇതിലെ ഒരു സിലിണ്ടർ കുറഞ്ഞത് 5 മാസമെങ്കിലും ഓടും. ഇത് ഞങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ പ്രൊമോഷൻ ഓഫർ ആണ്. 5 മാസമോ? അതേന്നെ, 5 മാസം. ഇനി അഥവാ 5 മാസം ഓടിയില്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഫ്രീ. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം സിലിണ്ടർ, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. ഒരു സിലിണ്ടർ എനിക്കും ദാനിയാ. എത്ര നാളിത് ഓടുമെന്നൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. വേഗം കറണ്ട് വരാൻ എന്തെങ്കിലും വഴിയൊപ്പിക്കേ. അതെ അതെ, വേഗം ചെയ്യണം കേട്ടോ. എനിക്ക് എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ കാണാനുള്ളതാ. ഏയ്, റോബോബോയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? റോബോബോയ്, പ്ലീസ് ഞങ്ങളെ സഹായിക്കൂ. ഞാൻ എന്തെങ്കിലും ചെയ്യാവുന്നേ. അതുവരെ നിങ്ങൾ എല്ലാവരും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് തന്നെ വെക്ക്, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ഇരുട്ടായി പോവും. നീ ആളുകളെ സഹായിക്കുവാനായി ഇവിടേക്ക് വന്നേ മതിയാകൂ. വന്നു കഴിഞ്ഞാൽ അപ്പൂപ്പ എല്ലായിടും നല്ല ഇരുട്ടാ. ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന് എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ആ മാഡ് മാക്സിന്റെ പണി തന്നെയാണ്. ആദ്യം നാട് മുഴുവൻ കറണ്ട് വരുത്താനുള്ള വഴി നോക്കണം. അല്ലാത്ത പക്ഷം ഇരുട്ടിന്റെ മറവിൽ എല്ലാ വീടുകളിലും മോഷണം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൂപ്പ പെട്ടെന്ന് മുകളിൽ കൂടെ ഒരു കറുപ്പുമേഘം പറന്നുപോയി. അപ്പോഴാ ഇങ്ങനെയല്ല ഇരുട്ടായത്. വരൂ, നമുക്ക് ലാബിൽ പോയി CCTV ചെക്ക് ചെയ്യാം. നമ്മുടെ CCTVയിൽ എങ്ങനെ അതിന്റെ ഇമേജ് പതിഞ്ഞിട്ടുണ്ടോന്ന് നോക്കാം. അതെ, വരൂ. നമ്മുടെ CCTVയിലെ റോബോട്ടിന്റെ ഇമേജ് തീർച്ചയായിട്ടും പതിഞ്ഞിട്ടുണ്ടാകും. വീർ, നീ ജിണ്ടുവിനെ വിളിക്ക്. അവനെ ഉപയോഗിച്ച് ഇവിടെ കുറച്ച് വെളിച്ചമെങ്കിലും വരുത്താവല്ലോ. ഗുഡ് ഐഡിയ.
എന്തു പറ്റി ഇംലി? വീർ എവിടെ പോയി? ഈ നാട്ടില് മുഴുവനും ഇരുട്ടാ. എല്ലാവരും ഭയങ്കര ടെൻഷനില്ല. എല്ലാ വീടിന്റെ മുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ ഒരു ബൾബ് കൊണ്ടുവന്ന് വെക്കിച്ചിണ്ടു. ഞാൻ നക്ഷത്രത്തെ തന്നെ കൊണ്ടുവരാലോ. ബൾബൊക്കെ എന്തിനാ? അകടം പകടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. അച്ഛാ അച്ഛാ, ഒരു നക്ഷത്രം ദേ നമ്മുടെ വീടിന്റെ മുകളിലേക്ക് വരുന്നു. വരൂ വരൂ. ചഡ്ഡാങ്കൾ എങ്ങോട്ടായി പോകുന്നേ? അതിന് മുകളിൽ കയറിയ പണി കിട്ടും. എനിക്ക് നക്ഷത്രങ്ങളുടെ മുകളിൽ കയറി നിന്ന് ചായ കുടിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. വണ്ടിയുടെ അമ്മ ചായ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്വന്തം സ്റ്റാറാ, മനസ്സിലായോ? ജിൻടു നീ എന്തൊക്കെയാ ചെയ്തത്? വീർ, ജിൻടു ഈ കാണിച്ചു വെച്ചതൊക്കെ കണ്ടോ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നക്ഷത്രങ്ങൾ എങ്ങനെയാ താഴെ വന്നത്? കൊള്ളാവല്ലോ. ഇതെല്ലാം മുകളിലുള്ളവന്റെ ഓരോ അത്ഭുത പ്രവൃത്തികളാണ്. ഞാൻ വീട്ടിലോട്ട് പോട്ടെ. എന്റെ വീട്ടിന്റെ മുകളിൽ നക്ഷത്രങ്ങൾ കാണും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എല്ലാ വീടിന്റെ മുകളിലും നക്ഷത്രങ്ങളോ? ക്രിസ്മസ് എന്താ നേരത്തെ എത്തിയോ? ഇതൊന്നും വീറിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളേ അല്ല.